തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനായി ദില്ലിയിൽ ചേർന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചു. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം പൂർണ്ണമാകുമ്പോൾ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ നേരിടണമെന്നുള്ള കാര്യങ്ങളിലെല്ലാമാണ് ധാരണയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവും സഖ്യ സാധ്യതകളുമെല്ലാം ഏതു തരത്തിൽ ചർച്ചാ വിഷയമായി? സമഗ്രമായ വിവരങ്ങൾ. 2 ദിവസമാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെയും ഇന്നുമായി 2 ദിവസമായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് തന്നെയാണ്. നിലവിൽ ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായി സിപിഐഎം കേന്ദ്രത്തിൽ ഇല്ല. പകരം പ്രാദേശിക ഘടകങ്ങൾക്ക് ഏതെങ്കിലും സഖ്യം വേണമോ വേണ്ടയോ എന്നത് പരിശോധിക്കും. നിലവിൽ സംസ്ഥാന ഘടകങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് നിലവിൽ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. ഇത് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ തവണ പരിഗണിച്ചതാണ്, പരിശോധിച്ചു. ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം ഇതിൽ അന്തിമ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ 4 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തി സീതാറാം യെച്ചൂരി അറിയിക്കും. നിലവിൽ കേന്ദ്ര കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പ് സിപിഐഎമ്മിന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ബി ജെ പി മുന്നണിയെയും തോൽപ്പിക്കണം. ഇനിയും കേന്ദ്രത്തിൽ ഒരു മതേതര മുന്നണി ഉറപ്പുവരുത്തണം. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സഖ്യം മതി എന്നാണ് പോളിറ്റ് ബ്യൂറോ നൽകിയ നിർദ്ദേശം. ഇതെന്തായാലും കേന്ദ്ര കമ്മിറ്റി അന്തിമ രൂപം സഖ്യങ്ങൾക്ക് നൽകുമ്പോൾ പരിഗണിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഓരോ സംസ്ഥാന ഘടകങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുക. എന്തായാലും സീതാറാം യെച്ചൂരി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സന്തോഷ്, അതോടൊപ്പം തന്നെ CCPB അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ യോഗം ആ ഒരു വിഷയം പരിഗണനയ്ക്കെടുത്തിരിക്കുന്നു. അത്തരം വിഷയങ്ങളിലോ ചർച്ചകളിലോ ഒന്നും പാർട്ടി കടന്നിട്ടില്ല എന്നാണ് ലഭ്യം. കാരണം അത് സംബന്ധിച്ച് നിലവിൽ പല അഭ്യൂഹങ്ങൾ പലതരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ അന്തിമമായി അതാത് ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത്. സംസ്ഥാന ഘടകങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ജയസാധ്യത എന്നതാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം. ഇക്കാര്യം നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തിമമായി ജയസാധ്യത വേണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത്. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പൂർണ്ണമായി. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷ് സർലിംഗ് ആണ്. KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ പേരുകൾ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. DCCകൾ നൽകിയ പട്ടിക ചർച്ച ചെയ്തില്ല. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള നിർദ്ദേശം നേതാക്കൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതൃത്വത്തെ അറിയിക്കാമെന്ന യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് സമിതി യോഗം വീണ്ടും ചേരും. വിശദാംശങ്ങൾ റിനു നൽകും. റിനു, KPCC ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമാകാതെ പോയ ഒരു സാഹചര്യം എന്ന് എന്തെല്ലാം വിഷയങ്ങളായിരുന്നു സജീവ ചർച്ചയ്ക്കെടുത്തത്? അവന്തിക, തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചതിന് ശേഷം ഓരോ നേതാക്കളെയും പ്രത്യേകം മുകുൾ വാസനിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേരുന്ന സമിതി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു പേര് പോലും ഇന്നത്തെ സമിതി യോഗത്തിൽ ചർച്ചയായില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ സമിതി യോഗം പൂർണ്ണമായി തീരുമാനങ്ങൾ എടുക്കാതെ എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, DCC നേതൃത്വത്തോട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ DCC യോഗം ചേർന്നുകൊണ്ട് നൽകിയ പട്ടികയൊന്നും തന്നെ ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളതാണ്. മറ്റൊന്ന്, പത്തനംതിട്ട DCCക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടായത്. അതായത് നിലവിലെ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണിയുടെ പേര് ഇല്ലാതെയുള്ള ഒരു ലിസ്റ്റാണ് അവർ നൽകിയത്. അത്തരത്തിൽ എന്തുകൊണ്ട് നിലവിലെ MP പേര് ഉൾപ്പെടാത്തത് എന്നുള്ളൊരു ചോദ്യം കൃത്യമായി തന്നെ ഉയർന്നു വന്നു. എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുവാനാണെങ്കിൽ അത്തരത്തിൽ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യവും സമിതി മുന്നോട്ട് വെച്ചു. VM സുധീരനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊന്ന്. എന്നാൽ താൻ മത്സരിക്കാനില്ലെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു VM സുധീരൻ സമിതിയോട് ആവശ്യപ്പെട്ടത്. എന്തായാലും മറ്റൊന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നൊരു സാഹചര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് തലത്തിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ A ഗ്രൂപ്പ് നേതാക്കളും അതുപോലെ തന്നെ I ഗ്രൂപ്പ് നേതാക്കളും പ്രത്യേകം യോഗം ചേർന്നിരുന്നു. I ഗ്രൂപ്പ് നേതാക്കൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ കൃത്യമായി തന്നെ
കെ മുരളീധരൻ, അതുപോലെ തന്നെ കെ മുരളീധരൻ MLA, അതുപോലെ തന്നെ കെ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. യോഗം ചേർന്നതുകൊണ്ട് ഇന്ന് എടുക്കേണ്ട നിലപാട്, അതായത് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇന്ന് കൈക്കൊള്ളേണ്ട തീരുമാനങ്ങളെല്ലാം തന്നെ അവർ അവിടെ വെച്ച് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് കൃത്യമായി സമിതിയിൽ അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ സമിതി യോഗം അവസാനിച്ചതിന് ശേഷം നേതൃത്വം ഓരോ നേതാക്കളെയും പ്രത്യേകം കണ്ട് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ നടക്കുമ്പോഴും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെക്കൽ അത് തന്നെയും ഇക്കുറി ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അതിനുമപ്പുറം കൂടുതൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. തീർച്ചയായും, കാരണം ഓരോ ഗ്രൂപ്പുകളും പ്രത്യേകം നേരത്തെ തന്നെ യോഗം ചേർന്നുകൊണ്ട്, അതായത് രഹസ്യ യോഗം ചേർന്നുകൊണ്ട് കൃത്യമായി തന്നെ അവർ എടുക്കേണ്ടുന്ന നിലപാടുകൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഒപ്പം അതാത് ഗ്രൂപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ മെനയുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. രഹസ്യ യോഗങ്ങളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ അങ്ങനെ അവർക്ക് വേണ്ടുന്ന ഓരോ സീറ്റുകൾ നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ചിരുന്നത്, കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് സിറ്റിംഗ് സീറ്റിലെ MP മാർ 12 സീറ്റാണ് UDF-നുള്ളത്. ഇതിൽ 4 സീറ്റുകൾ ഒന്ന് കേരള കോൺഗ്രസിനും 2 സീറ്റുകൾ ലീഗിനും 1 RSPക്കുമാണുള്ളത്. ബാക്കി 8 സീറ്റുകളാണ് തനതായി കോൺഗ്രസിനുള്ളത്. ഈ 8 സീറ്റുകളിൽ ഒന്ന് വയനാട് ഷാനവാസ് MP മരണപ്പെട്ടിരുന്നു, മറ്റൊന്ന് KPC പ്രസിഡന്റിന്റെ സീറ്റാണ്. ഈ 2 സീറ്റുകളും ഒഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് 6 സീറ്റുകളാണ്. ഈ 6 സീറ്റുകളുടെ സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എത്തിയത്. അപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന KPC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ അന്തരിച്ചു പോയ ഷാനവാസിന്റെയും ഒക്കെ തന്നെ സീറ്റുകൾ, ഈ 2 സീറ്റുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു കടിപിടിയായിരിക്കും തീർച്ചയായും ഓരോ ഗ്രൂപ്പും മുന്നോട്ട് വയ്ക്കുക. ഈ ഓരോ ഗ്രൂപ്പും ഈ 2 സീറ്റുകളും പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രങ്ങൾ മെനയും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ രീതിയിൽ തന്നെയാണ് അവരുടെ ചർച്ചകളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ ആഴ്ച തന്നെ ഒരു അവസാന പട്ടിക കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ KPCC വിലയിരുത്തുന്നത്. വ്യക്തമാണ് റെനു. KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ നടന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായതായാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI-യുടെ സ്ഥാനാർത്ഥി പട്ടികയായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ C. ദിവാകരൻ മത്സരിക്കും. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും വയനാട്ടിൽ PP സുനീറും മത്സരിക്കുമെന്നാണ് ധാരണ. LDF സീറ്റ് വിഭജനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 2 സിറ്റിംഗ് MLA-മാരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് തിരുവനന്തപുരത്ത് ചേർന്ന CPI സംസ്ഥാന കൌൺസിൽ അംഗീകാരം നൽകിയത്. 4 സീറ്റുകളിലേക്കാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് മുൻ മന്ത്രിയും നെടുമങ്ങാട് MLA-യുമായ C. ദിവാകരനെയാണ് CPI ഇത്തവണ രംഗത്തിറക്കുക. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റേതടക്കമുള്ള പേരുകൾ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം കാനം രാജേന്ദ്രൻ തള്ളിയ സാഹചര്യത്തിൽ കൂടിയാണ് C. ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത്. ഞാൻ എന്നെ യാതൊരു വെല്ലുവിളിയായിട്ടുണ്ട്, എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല, ഏത് വെല്ലുവിളിയായിട്ടുണ്ട്. ഇവിടെ എന്നെ അവസാനമായി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. 3 ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള നിർദ്ദേശമാണ് മാവേലിക്കര മണ്ഡലത്തിൽ അടൂർ MLA ചിറ്റയം ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്ത പ്രവർത്തനത്തിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കും. തൃശൂരിൽ നിലവിലെ MP CN ജയദേവന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് രാജാജി മാത്യു തോമസിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. ജനയുഗം എഡിറ്ററാണ് രാജാജി മാത്യു തോമസ്. 5-ാം തീയതി നാഷണൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, 6-7 എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർമലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. 42 വർഷമായിട്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറ് തന്നെ എന്തിനും. പാർലമെന്ററി രംഗത്ത് ആദ്യമല്ലല്ലോ, അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വയനാട് PP സുനീറിനെയും കാര്യമായ എതിർപ്പുകൾ കൂടാതെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. തീർച്ചയായും പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിയും. വയനാട് സീറ്റ് വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയ മുന്നേറ്റം LDF-നുണ്ടായി വന്ന ഒരു കാലഘട്ടവും പൊതുരാഷ്ട്രീയ രംഗത്തുള്ള സ്വീകാര്യതയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാലാക്കോട്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വ്യോമസേനയുടെ കയ്യിലുണ്ടെന്ന് വ്യോമസേനാ മേധാവി BS ധനോവ. ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് പറയാനാകില്ല. കണക്കുകൾ പറയേണ്ടത് സർക്കാരാണ്. വ്യോമസേന അക്കാര്യം പരിശോധിച്ചിട്ടില്ല എന്നും ധനോവ വ്യക്തമാക്കി. The target has been clearly amplified by the Foreign Secretary
in his statement. Yeah. And of course, if he planned to hit the target, we hit the target. Otherwise, why would he have responded? ANI, please. If he had dropped bombs in the jungle, there's no need for him to respond. That statement will be made by the government. No, I mean, Air Force is not in a position to clarify that how many people were inside it. That we don't count human casualties. We count what targets have we hit or not hit. Bomb damage assessment that is done post a mission calculates the number of the target you've been hit or you've not been able to hit. We can't count how many people have died. That depends on how many people were there. കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗം നാളെ ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വിഷയം ബുധനാഴ്ച ചർച്ച ചെയ്യും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വായ്പയിന്മേലുള്ള മറ്റ് നടപടികളിലേക്ക് സഹകരണ ബാങ്കുകൾ നീങ്ങില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. കാർഷിക വായ്പയിന്മേൽ ജപ്തി നടപടികളടക്കം ബാങ്കുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രത്യേകമായി തന്നെ കാർഷിക വായ്പാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കൂടാതെ ജപ്തി നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബുധനാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയും യോഗം ചേരും. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ബാങ്കുകളെ സ്ഥിതിഗതികൾ അറിയിച്ച് നിലപാട് വ്യക്തമാക്കും. ഇതിൽ ആവശ്യമായ സഹായവും ആവശ്യപ്പെടും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരുടെ മുകളിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കഴിഞ്ഞാൽ സാധാരണപ്പെട്ട കർഷകർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കടുങ്കൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാങ്കുകൾ മനുഷ്യത്വപരമായി പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ബാങ്കുകളുടെ ഭാഗത്തു നിന്നും എല്ലാ സർഫാസി ആക്ട് അനുസരിച്ചുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. കൃഷിക്കാരുടെ അവസ്ഥ കണക്കിലെടുത്ത് സഹകരണ ബാങ്കുകൾ വായ്പയിന്മേലുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങില്ലെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതായാലും കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൃഷിക്കാരനെടുത്തിട്ടുള്ള കാർഷിക വായ്പകളുടെ മേൽ കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇന്നലെ തൃശ്ശൂരിൽ ചേർന്നതായിട്ടുള്ള ജില്ലാ ബാങ്ക് ജനറൽ മാനേജർമാരുടെയും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർമാരുടെയും സംയുക്ത മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ശ്രമിക്കാതിരിക്കുന്ന രീതിയുണ്ട്, അത് ശരിയല്ല. കൃഷിക്കാരൻ്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല, അത് ഉറപ്പ്. മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന വായ്പാ ആനുകൂല്യങ്ങൾ സഹകരണ ബാങ്കുകൾക്കും നൽകണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് റിസർവ് ബാങ്കിനെയും നബാർഡിനെയും ഈ മാസം 12-ന് സന്ദർശിക്കാനും സർക്കാർ തീരുമാനിച്ചു. സഹകരണ മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ കർഷക ആത്മഹത്യ മടങ്ങിവരാനുള്ള സാധ്യതകളില്ലെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. സർക്കാരിന്റെ സമീപനങ്ങൾ കർഷകർക്ക് ആശ്വാസം പകരുന്നതാണ്. റബ്ബർ, നാളികേരം, നെൽകൃഷിക്കാർക്ക് സർക്കാരിൽ നിന്ന് വലിയ സഹായം നൽകുന്നുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ കർഷക ആത്മഹത്യ മടങ്ങിവരാനുള്ള ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റ് നെൽകൃഷിക്കാർക്ക് 1 കിലോ നെല്ലിൻ്റെ മേലെ 1 രൂപ വർദ്ധിപ്പിച്ചു. എല്ലാ കാർഷിക വായ്പകളുടെ മേലെയുള്ള കടനടപടികൾ, ജപ്തി നടപടികൾ എല്ലാം നിർത്തിവെച്ചു. അവർക്ക് ആവശ്യമുള്ളത്ര സഹായങ്ങൾ നൽകാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിലും ഈ നിയമത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാട് കൊണ്ട് വളരെ ആശ്വാസമാണ് കേരളത്തിലെ കൃഷിക്കാർക്കുള്ളത്. റബ്ബർ കൃഷിക്കാർ, നാളികേര കൃഷിക്കാർ, നെൽകൃഷിക്കാർ, ഈ പ്രധാന 3 കാർഷിക മേഖലയെയും സംരക്ഷിക്കാനുള്ള നല്ല നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. സുപ്രധാന നിയമനങ്ങൾ പുറം ഏജൻസിക്ക് നൽകാൻ PSC നീക്കമെന്ന മലയാള മനോരമ വാർത്ത കള്ളമെന്ന PSCയോട് അടുത്ത വൃത്തങ്ങൾ. ഇങ്ങനെയൊരു നിർദ്ദേശം PSCക്ക് മുന്നിലില്ല. ഇങ്ങനെയൊരു നിർദ്ദേശം PSC ചർച്ച ചെയ്തിട്ടുമില്ല. ഇപ്പോൾ PSC നടത്തുന്ന എല്ലാ പരീക്ഷകളും PSC തന്നെ നടത്തണമെന്നത് PSCയുടെ ഉറച്ച നിലപാടാണ്. വിശദാംശങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, മലയാള മനോരമയുടെ ലീഡ് വാർത്തയായിരുന്നു PSCയിലെ സുപ്രധാന നിയമനങ്ങൾ അത് പുറം ഏജൻസിക്ക് നൽകുന്നു എന്ന തരത്തിലുള്ള വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇപ്പോൾ അത് ശുദ്ധ അസംബന്ധമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തയില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ PSC വൃത്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ. തീർച്ചയായും ക്രിസ്റ്റീൻ, ഇതിൽ ഇന്ന് മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു വാർത്ത, അതിൽ അവർ എടുത്തു പറയുന്നത് സർവകലാശാല, കമ്പനി, കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഗ്രേഡ്, വകുപ്പ് തല DPC നിയമനങ്ങൾ ഇത് പൂർണ്ണമായും പുറം കമ്പനിക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് PSC നീങ്ങുന്നത്. PSCയിൽ നിന്നും ഈ നിയമനങ്ങൾ പൂർണ്ണമായും ഒരു പുറത്തുള്ള കമ്പനിക്ക് നൽകാനുള്ള നീക്കങ്ങൾ PSCയിൽ നടക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്ത. എന്നാൽ ഇത് പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമാണ് ഈ ഒരു വാർത്ത
എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ PSCയോട് അടുത്ത വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ PSC ചെയർമാനുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ PSC ബോർഡ് അംഗങ്ങളുമായും സംസാരിച്ചിരുന്നു. ഇവർ നിലവിൽ ഇന്നത്തെ ദിവസം PSC ചെയർമാനും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന 3 ബോർഡ് അംഗങ്ങളും നിലവിൽ ഇവിടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അവരിൽ നിന്നുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്ത തന്നെയാണ്. പൂർണ്ണമായും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാർത്ത മാത്രമാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. നിലവിൽ PSC ഏതൊക്കെ പരീക്ഷയാണോ നടത്തുന്നത് ആ പരീക്ഷകൾ എല്ലാം തന്നെ PSC സ്വന്തം നിലയ്ക്ക് തന്നെ നടത്തുന്നതായിരിക്കും. എല്ലാ നിയമനങ്ങളും PSC നടത്തുന്നത് അത് PSC തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ചർച്ച ഇതുവരെ ഏതായാലും PSCയിൽ നടന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു നീക്കവും PSCയിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് കായികക്ഷമതാ പരീക്ഷ, അതായത് പോലീസ്, എക്സൈസ് തുടങ്ങിയ യൂണിഫോം സേനകളുടെ കായികക്ഷമതാ പരീക്ഷയും ഇത്തരത്തിൽ പുറം ഏജൻസിക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലും വാർത്ത ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു നീക്കവും PSCയിൽ ഒരു കാരണവശാലും ഇപ്പോൾ നടക്കുന്നില്ല. അത്തരത്തിൽ ഒരു നിലപാടും PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് PSCയോട് അടുത്ത PSC വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത്. ഇത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും അതോടൊപ്പം തന്നെ തൊഴിലന്വേഷകരിൽ വലിയ തരത്തിലുള്ള ഒരു ഭീതി ഉയർത്തുക, PSCക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിലൂടെ വലിയ ഒരു വിഭാഗം ആൾക്കാർക്ക് ജോലി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഭീതി ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വാർത്തയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് PSC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഷിജ, തീർച്ചയായും മലയാള മനോരമയെ പോലെ ഒരു മാധ്യമം ഇത്തരത്തിൽ ലീഡ് വാർത്തയായി PSC നിയമനത്തിൽ ക്രമക്കേട് എന്ന തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പോൾ PSC വൃത്തങ്ങൾ തന്നെ അതിൽ യാതൊരു വാസ്തവമില്ല എന്ന തിരുത്തലും നടത്തുന്ന സാഹചര്യത്തിൽ ഈ വാർത്തയുടെ ഉറവിടം സംബന്ധിച്ച് ഏതെങ്കിലും ഈ ഒരു മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരണത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വിശദീകരണം നമുക്ക് ഇത്രയും നേരം കൊണ്ട് ലഭ്യമാകാനുള്ള സാഹചര്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കപട വാർത്ത പടച്ചുവിട്ടതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമാണോ ഉള്ളത്? തീർച്ചയായും ക്രിസ്റ്റീൻ, തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത എന്നുള്ളത് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. കാരണം സുപ്രധാന നിയമനങ്ങളാണ് ഇവർ ഈ ഒരു വാർത്തയിലൂടെ എടുത്തു പറയുന്നത്. അതായത് സർവകലാശാല, കമ്പനി, കോർപ്പറേഷൻ അസിസ്റ്റന്റ് നിയമനങ്ങൾ, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഗ്രേഡ്, വകുപ്പ് തല DPC നിയമനങ്ങൾ, ഇവ പൂർണ്ണമായും പുറം കമ്പനിക്ക് നൽകാനുള്ള ഒരു നീക്കമാണ് PSCയിൽ നടക്കുന്നത് എന്നാണ് ഈ വാർത്തയിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ പരീക്ഷകൾ, ഈ നിയമനങ്ങൾ എല്ലാം പൂർണ്ണമായും PSC തന്നെയാണ് നടത്തിവരുന്നത്. അത് ആ രീതിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് PSC വ്യക്തമാക്കുന്നത്. മറ്റ് ഒരു തരത്തിലുള്ള നീക്കങ്ങളും നിലവിൽ PSCയിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള PSC നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, വാർത്തകൾ പുറത്തു വന്നിരുന്ന ഒരു ഘട്ടം കൂടിയാണ്. കൂടുതൽ തൊഴിൽ സർക്കാർ PSC മുഖേന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം 1 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാണ് ഇത്തവണ ഈ ഒരു 1000 ദിനം കൊണ്ട് PSC മുഖാന്തരം നടത്തിയിട്ടുള്ളത്. അത് തന്നെ വലിയൊരു റെക്കോർഡ് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ PSCക്കെതിരെ ചില വാർത്തകൾ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നീക്കത്തിലൂടെ നിരവധി തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാകുന്നു എന്ന തരത്തിൽ വാർത്തയുണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഷിജ, മലയാള മനോരമയുടെ ഇന്നത്തെ ലീഡ് വാർത്തയായിരുന്നു PSCയുടെ സുപ്രധാന നിയമനങ്ങൾ അത് പുറം ഏജൻസിക്ക് നൽകുന്നു എന്ന തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ PSC വൃത്തങ്ങൾ ഈ വാർത്ത പൂർണ്ണമായും അസംബന്ധമാണ് എന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഷീജയാണ്.